ഗ്ലാസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഗ്ലാസ് ബോട്ടിൽ അടിയിലേക്ക് നോക്കിയാൽ ഗ്ലാസിൻ്റെ അടിയിൽ വരുന്ന മത്സ്യത്തെ വരാൻ കാണാൻ പറഞ്ഞിട്ട് നമുക്ക് കാണുറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, വരുമ്പോൾ നോക്കാം. ഇപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തുള്ള അലയിൽ കാണാം. അതാണ് റോസ് ഐലൻഡ് നമ്മൾ നേരത്തെ വന്ന്. ഇതാണ് നമ്മളുടെ നോർത്ത് ബേ ഐലൻഡ്. ഇവിടെയാണ് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ നോർത്ത് ബേയിൽ അത്യാവശ്യമുള്ളത് മാത്രമേ വരേണ്ടതുള്ളൂ. വേറെ സൈറ്റ് വല്ലതും കാണാണ്ടായാലും പോകേണ്ടത് നല്ലത്. അപ്പം ഇവിടെ ആൻഡമാൻ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത്. അവിടെ പാറക്കെട്ടുകൾ കാണാണ്ട്, അതൊക്കെ കടലുള്ള കാര്യമാണ്. ഇവിടുത്തെ കല്ല് നമ്മൾ കൊടുത്തു വിട്ടതല്ല. ഡോൾഫിൻ ബോട്ട് 3000 രൂപ. ഓൺലി 20 minutes. ഇനിയാണ് മീൻ വരിക. ഞങ്ങൾ കണ്ടു ഞാനും മേഡം. അതെ, അവിടെ അതന്നെ ആ സാധനം തന്നെ. അതന്നെ ഇപ്പൊ തിരുവനന്തപുരം വരെ എടുത്തത്. അത് കഴിഞ്ഞാൽ സ്രാവ്. അയ്യേ, അത് പറയുന്നത് ഗ്ലാസ് ബോട്ട് കണ്ടില്ല നമ്മള്. ഗ്ലാസ് ബോട്ടിൽ നമ്മൾ ഇതിനെ കയറിയില്ല. അവര് നമ്മൾ കാണിക്കാതിരിക്കില്ല. അതെ, പറയാൻ പറ്റില്ല. 20 മിനിറ്റ്. അത് വാലല്ല, തുണിയാണ്. ക്ലിയർ ആയി. അപ്പോൾ കുറച്ച് വെള്ളം കൊഴിച്ചിട്ടുണ്ട്. അപ്പൊ മീൻ വരും. നോക്കാം. എന്ത് കടലിനടിയിൽ അതാ വലിയൊരു മീന്. അതാ ഭംഗിയുള്ള മീന്. അതാ നമ്മുടെ കടല. കടലിന്റെ അടിയിൽ തുഴയാൻ പറ്റിയ ചിറകിൽ നിന്ന് ലഭിച്ചെങ്കിൽ പാട്ടുണ്ട്. കാണാനുണ്ട്. മുഴുവൻ പവിഴപ്പറ്റുകളാണ് ഗ്ലാസ് ബോട്ട് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ ഇഷ്ടംപോലെ മീനുണ്ട്. നമ്മള് മീനില്ലാത്ത സ്ഥലത്ത് 1100 രൂപയ്ക്കായിട്ടാ. 1100 രൂപയ്ക്കുള്ളായേ. 1100 രൂപയ്ക്കുള്ളായിട്ടാ. അല്ല, 1001 ഇല്ല. അതാ കണ്ട വലിയ മീനാ കേട്ടാ. ഇതൊക്കെ പാറക്കെട്ടാ. അവർക്കറിയാം എവിടെ വീടുള്ളത്. 2000 രൂപയുടെ മീനായേ. ഇതാ കണ്ട 2500, 2700. അതാ പല തരാ വരുന്നത്. 5000. 5000 പഴപ്പറ്റ വരുന്നത്. 5000 താഴത്തെ 5000 പഴപ്പറ്റ കണ്ണ്. 5000 പഴപ്പറ്റ്. 5100, 5200. കലക്കി 6800 ആയിട്ടാ. അതാ പെടും. 6800, 6900. നീലമത്സ്യം കണ്ട 7500 ആയപ്പോ അതിനെ കണ്ട 7500 അതാ കണ്ട. ഇനി ഇവിടെ എണ്ണയാ മതി. ഓരോന്നിനും 100 രൂപ വെച്ച് പിടിച്ചോളെ. കലക്കി വെറുതെ എല്ലാം ഒക്കെ ഉള്ളവരെ കൊടുത്തത് കലക്കിട്ടാ. 7000, 8000. 8500. കലക്കി. ഉണ്ട്. മീനില്ല എന്നുള്ള പ്രശ്നം തീർന്നു. ഇനി 10,000 എത്തിയപ്പോ നമ്മള് നിർത്തി. 10,000 കഴിഞ്ഞാൽ എണ്ണാൻ പറ്റില്ല. 10,000 രൂപ വരെയുള്ള സാധനമായി. കലക്കി അത് വിടല്ല. അത് നമ്മൾ വേറെ സ്ഥലത്ത് പോകേണ്ടി വരും. നമുക്ക് ലക്ഷദ്വീപ് പോവാം. കണ്ട അത് കണ്ടോണ്ടാണ് ഇപ്പൊ ഇതില്ലാത്തത്. നിങ്ങൾക്കുള്ള നിങ്ങളവിടെ പോയോണ്ട് കൂടി തന്നെ
വേറൊരു വരയൻ മത്സ്യം എവിടെ 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 അവിടെ കാണാൻ എങ്ങനെയാ ഗ്രൂപ്പായിട്ടാണ് സ്കൂൾ വിടുന്ന മാതിരിയാണ്. ഓ അത് ശരി. കണ്ട ഒരെണ്ണം പറ്റി പിടിച്ചിട്ടുണ്ടോ? അത് പറ്റി പിടിച്ചിട്ട് അതാണ്ട മൂപ്പര് ഇളകി കണ്ട ആ പാറയുടെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നു മൂപ്പര് ഇളകി. നമ്മളെ കണ്ടപ്പോ ഇളകി മൂപ്പര്. ഓ രക്ഷപ്പെട്ടു. എന്തിനേ പോകുന്നതിന് ചോദിക്കണ്ട. സ്ട്രോങ് ആയിട്ട് പറയാം. തിമിംഗലത്തിന് കണ്ടു പറഞ്ഞല്ലോ സ്ട്രോങ് ആയിട്ട്. അത് നമ്മുടെ ഇതിലുള്ളല്ലേ അക്വേറിയം മീനല്ലേ അത്? അവിടെ എത്ര അടുത്ത കൂടെ നോക്ക് പഴയപ്പിന്റെ പാറ എത്ര അടുത്താ നോക്ക് കേട്ടോ. അതെ അതാണ് ഇവിടുത്തെ റേറ്റ്. അത് നമ്മള് എന്താണ് അതാ പുതിയൊരു മത്സ്യം വാലുള്ളത്. ഇതാ പഴയപ്പറ്റ് കണ്ടതാ രണ്ട് മേടം കണ്ടില്ലേ? അത് കളറില്ലേന്ന് മാത്രം, ഡിഫറെന്റ് കളറില്ലേ മാത്രമേ സെയിം ആണ്. ഓ മിന്നി അതാ വരുന്നത്. ലക്ഷക്കണക്കിന് എണ്ണ അതാ വേണ്ട, ലക്ഷക്കണക്കിന് എണ്ണ. ഓ എന്തായാലും വേണ്ട. ഓ ഒരു രക്ഷയില്ല കേട്ടാ. 1500 മുതലായി. ആ മിന്നി കളിക്കില്ലേ? വലിയ എണ്ണം കണ്ടില്ലേ? 2 ലക്ഷം റുപ്യ വരെയുള്ള മീനാ അത്. ഇതൊക്കെ നമ്മുടെ അക്വേറിയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ അതെ. ചാവക്കാട് ഇതുണ്ട്. അവിടെ പോയില്ലേ? അവിടെ നിന്ന് അറിയിച്ചു. ചിലത് നിങ്ങളെ അടുത്ത് കൂടെ വരില്ലേട്ടാ. ഞങ്ങളെ കണ്ടിട്ട് പോവാണ്, തിരിച്ചു പോവാണ്. ഞങ്ങള് സംസാരിക്കുന്നവർ കേട്ടിട്ടെ തിരിച്ചു പോവാണ്. അതിന്റെ ഇടയിൽ കണ്ട 2 മത്സ്യം. അതാ കണ്ട അതിന്റെ ഇടയിലൊക്കെ മീൻ കേട്ടാ. ഏയ് വര ഒരു മഞ്ഞവര മീൻ. ഓ മഞ്ഞവര മീൻ. ആ തന്നെ. ഓ ഇതെല്ലാം ഗ്ലാസ് ബോട്ട്. ഇത്ര മോള് പോയ ബോട്ടെ കൂടെ പോവാ. തന്നെ മിന്നിച്ചോട്ടാ. അത് അടിയിലൊരു മീൻട്ടാ. ഈ പൗഴപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി താഴെ കാണുന്ന സാധനം. അത് നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റില്ല. അതാ നമ്മളെ മഞ്ഞവര മീൻ ഇവിടെ ഇഷ്ടം പോലെ കിട്ടാ. മഞ്ഞവരക്കാരന് ക്ഷാമല്ല. നമുക്ക് തോന്നുന്നു ഗ്ലാസ്സിൽ തട്ടി കല്ലിൽ തട്ടി പോകുന്നു അല്ലേ? ബോട്ട് തട്ടുന്നു. അതാ വരുന്നു. അതാ വേറെ തരം സാധനം കിടക്കണം അവിടെ. പഴുപ്പറ്റ അല്ലാത്തൊരു സാധനം കിടക്കണം. ആ അതെ. 2 ലക്ഷം ഉറുപ്പിക മീനായി. 2 ലക്ഷല്ലേ? ഇതാ വരുന്നു. വരുന്നുണ്ട്. കളർ മീൻ ഇപ്പൊ വരും. ഇതാ വെയിറ്റ് ചെയ്യൂ. ഇവർക്ക് ബോട്ടുകാർക്ക് അറിയുന്ന സ്ഥലത്തുണ്ടെന്ന്. അപ്പൊ നമ്മളെ അക്വേറിയം മീൻ നടക്കണം. ഇതാ വരും കുറെ കുട്ടികള്. മോട്ടർ ചലിപ്പിച്ച വെള്ളം ഇതാവും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നോർത്ത് ബേ ഐലൻഡ് ഗംഭീരായി. ആ തന്നെ പറഞ്ഞതല്ലേ. ഓ മിന്നി ഒരു മിന്നൽ. ഓ അതാ പറഞ്ഞത്. അതിനൊക്കെ വില 2 ലക്ഷമാണ് പിടിച്ചോണ്ടായാല്. ആ മതി. ആ ഓ ഇനി തിരിച്ചു വരാൻ കുഴപ്പമില്ല. നമ്മള് കണ്ടില്ല ഇങ്ങനെ സംഭവം ഉണ്ട് പോലെ നമുക്കറിയില്ല. ഈ ഗ്ലാസ് ബോട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെയാണ് കാണുന്നത് നമുക്ക് അറിയില്ലല്ലോ. ഗ്ലാസ് ബോട്ട് പറഞ്ഞാൽ ഗ്ലാസ് മൂടിയ ബോട്ട് എന്നല്ല എന്റെ വിചാരം. ലക്ഷദ്വീപില് മുകളില് കവറൊന്നുമില്ല. ബോട്ടാണ്. പിന്നെ ഭയങ്കര തിരമാല. വെള്ളം ഇങ്ങനെ അടിക്കുമ്പോഴേ പേടിയും. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ബേ ഓഫ് ബംഗാൾ, മറ്റേ അറബിക്കടല്. ആഹാ മൂപ്പര് മുകളിലേക്ക് അതെ കാണാൻ
ആ വെള്ള വെള്ള ഇതാ കുറേ എണ്ണം ഒരുമിച്ച് വരും കോളനി. ഇതാ മത്സ്യത്തിന്റെ കോളനി ഇട്ടാ. ആയ് കലക്കി 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 കലക്കി. ആ ഉണ്ടോ വെളിച്ചതിന്റെ അടിയിലേക്ക് വേണം കേട്ടോ. ആ ആ പോരെ. ഇനി എന്താ വേണ്ട, ഇനി എന്താ വേണ്ട കഴിച്ചോട്ടാ. അപ്പൊ മൂപ്പരെ ഡ്യൂട്ടി കഴിച്ചോട്ടാ. ഡ്യൂട്ടി കഴിഞ്ഞു തീർന്നാ വണ്ടി തിരിച്ചു. മൂപ്പരെ പണി കഴിഞ്ഞു. പിന്നെ ആവശ്യം ഓ ഗംഭീരായി. അത്യാവശ്യം വീഡിയോ പിടിക്കാനും പറ്റും. അതാ വേറെ തരം മീനല്ലേ അത്? ആ അതാ വേറെ തരം മീനത്. അയ്യോ നല്ല ഓ മതി മതി മതി. ആ മതി മതി, എത്ര മതി നോക്കട്ടെ. പോരെ. അപ്പൊ ഇവിടുത്തെ ആള് പോയിട്ടല്ലേ അവിടെ ആവുമ്പോ ഭയങ്കര വെയിലായിരുന്നു. ഇക്കടെ അക്കരെ പറ്റാന്നൊരു പഴഞ്ചൊല്ല് മലയാളത്തില്. തൊപ്പി വെച്ചോ തൊപ്പി വെച്ചോ തൊപ്പി വെച്ചോ തൊപ്പി വെച്ചോ തൊപ്പി വെച്ചോ. ഇനി അങ്ങോട്ട് പോയി പഠിക്കണം, അത് തിരിയുമ്പോ അതുകൂടി ആ വെയിൽ അങ്ങോട്ട് പോകും. ഞാൻ എന്തെങ്കിലും പുതിയത് വന്നു വെച്ചിട്ടാ കഴിഞ്ഞു മുമ്പ് കഴിഞ്ഞു. വെള്ളം ഓ നഷ്ടമില്ല എന്ന് മാത്രല്ല ലാഭമാണ് ഇനി. ഇതാ മതി.